بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. ആദരണീയരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ അണങ്കൂർ പ്രദേശത്ത് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കുറച്ചു ദിവസം മുമ്പ് ഇവിടെ നടന്ന ഒരു പരിപാടിക്ക് വിശദീകരണം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടിക്ക് ഞങ്ങൾ മുതിർന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കറിയാം ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒരുപാട് ചിന്താധാരകളും നമുക്ക് കാണുവാൻ സാധിക്കും. കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നും ചിന്താധാരകളിൽ നിന്നുമുള്ള വ്യതിരിക്തത ഇവിടത്തെ സാമാന്യ ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ്. ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ പ്രമാണങ്ങളായി പരിചയപ്പെടുത്താറുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടേച്ചുപോയ വിശുദ്ധ ഖുർആനും തിരുചര്യയുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ ഇത്രമാത്രം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ചിന്താധാരകളും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു എന്നു മാത്രവുമല്ല, ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു വരുന്നു എന്നത് വളരെ കൃത്യമായ പഠനത്തിന് നാം വിധേയമാക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയും നമ്മുടെ കേവല ബുദ്ധിയുടെയോ അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയുടെയോ അടിസ്ഥാനത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് ആ രണ്ട് പ്രമാണങ്ങളും എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രൈമറി ഓഡിയൻസ് അഥവാ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, ആ സ്വഹാബികളിൽ നിന്ന് നേർക്കുനേരെ ദീൻ പഠിച്ച താബിഈങ്ങളും ആ താബിഈങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച തബഉ താബിഈങ്ങളും എപ്രകാരമാണ് ഈ രണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കുകയും വിശ്വസിച്ചാചരിക്കുകയും ചെയ്തത്, ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കും വിശുദ്ധ ഖുർആനും തിരുചര്യയും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ മാനദണ്ഡത്തിൽ നിന്ന് വിരുദ്ധമായി, ഈ മെത്തഡോളജിയിൽ നിന്ന് വിരുദ്ധമായി ആര്
ഈ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നുവോ അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഈ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വ്യതിരിക്തതയും അവിടെയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പണ്ഡിതന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ സ്വതന്ത്ര ചിന്തയുടെയോ അതല്ലെങ്കിൽ മറ്റു വല്ല മാനദണ്ഡത്തിന്റെയും അടിസ്ഥാനത്തിലല്ല ഇസ്ലാഹി പ്രസ്ഥാനം ഈ രണ്ടു പ്രമാണങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് ഈ രണ്ടു പ്രമാണങ്ങൾ സച്ചരിതരായ മുൻഗാമികൾ എപ്രകാരമാണോ മനസ്സിലാക്കിയത് അതേ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഏതേത് പ്രസ്ഥാനങ്ങളെയും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ മാനദണ്ഡത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയത് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ കൃത്യമായി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, നമുക്ക് ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ നമ്മളൊന്ന് പരിചയപ്പെട്ടു നോക്കിയാൽ അബുൽ ആല മൗദൂദി സാഹിബിന്റെ ചിന്താഗതികളാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ ഈ ലോകത്ത് ഉടലെടുക്കാനുണ്ടായ കാരണം. ഇനി അതല്ല, നിങ്ങൾ ഖാദിയാനിലേക്ക് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉദിച്ച ഏതാനും ചില ചിന്തകളാണ് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ഇനി ചേകന്നൂർ പ്രസ്ഥാനത്തിനെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ചേകന്നൂർ മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഏതാനും ചിന്തകളാണ് അതൊരു പ്രസ്ഥാനമായി രൂപപ്പെട്ടു വന്നത്. അതുപോലെ ഇന്ന് ലോകത്തുള്ള ഏതേത് പ്രസ്ഥാനങ്ങളെയും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ ചിന്തയുമായി ബന്ധപ്പെട്ട് ആ പ്രസ്ഥാനങ്ങളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ വ്യതിരിക്തമായി ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരുടെയും ചിന്തയുടെയോ അതല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പ്രസ്ഥാനമല്ല, മറിച്ച് പ്രവാചകൻ വിട്ടേച്ചുപോയ വിശുദ്ധ ഖുർആനും തിരുചര്യയും അവിടുത്തെ സഹാബത്തും താബീങ്ങളും തബഅത്താബീങ്ങളും നമുക്ക് മുൻ കഴിഞ്ഞു പോയ സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ എപ്രകാരമാണ് മനസ്സിലാക്കി ആചരിച്ചു പോന്നത് അതേ രൂപത്തിൽ ആചരിച്ചു വരുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഏതാനും ചില ആളുകൾ ഈ മാനദണ്ഡം വിട്ടുകൊണ്ട് അഥവാ ഈ മെത്തഡോളജി വിട്ടുകൊണ്ട് പുതിയൊരു ചിന്താധാരയിലേക്ക് നീങ്ങിപ്പോകുന്നതാണ് 2012 നമുക്ക് കാണാനിടയായത്. അതുകൊണ്ട് തന്നെ ആ പുതിയ ചിന്താധാര പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിപത്തുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫിത്നകളും ഫസാദുകളും എത്രമാത്രമാണ് എന്ന് ഇന്ന് ഓരോ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ നിന്ന് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓരോ വാക്കുകളും ഒരിക്കലും ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ചിന്തയിൽ നിന്നുദിച്ച ചിന്തയല്ല, മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സച്ചരിതരായ മുൻഗാമികൾ എപ്രകാരമാണ് പ്രമാണങ്ങളെ മനസ്സിലാക്കി വന്നത് അതുപോലെ അവതരിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ നിന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്ന വിഷയം കേട്ടാൽ വളരെ കൃത്യമായി നിങ്ങൾക്കറിയാം ആരാണ് ഈ മെത്തഡോളജിയിൽ നിന്ന്, ഈ രീതിശാസ്ത്രത്തിൽ നിന്ന് പുറത്തുപോയത് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എല്ലാ ആളുകളോടും വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഉണർത്തുവാനുള്ളത്, ഈ പരിപാടി തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളുടെ മുൻവിധികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ നിഷ്പക്ഷമായി ഈ പരിപാടിയെ വിലയിരുത്തണമെന്നുള്ളതാണ്. വളരെ കൃത്യമായി വിലയിരുത്തിയാൽ എവിടെയാണ് ഹക്ക്, ആരാണ് ബാത്തിലിന്റെ ആളുകളെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ പരിപാടിയിലേക്ക്, ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരു കാര്യം ഉണർത്താനുള്ളത്, ഈ കാലാവസ്ഥയുടെ അവസ്ഥ മാനിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വന്ന വാഹനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ പരിപാടി ശ്രവിക്കണമെന്ന് ഉണർത്തുകയാണ്. എന്റെ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇതിനു മുമ്പും ഈ പ്രദേശത്ത് വന്നുകൊണ്ട് സംസാരിച്ച ബഹുമാന്യനായ സാജിദ് തിരൂരങ്ങാടി അവർകളെയാണ്. ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു പരിപാടി വളരെ അനിവാര്യമാണ്
കാര്യമാണ് എന്ന് നമ്മളെപ്പോലെ തന്നെ അദ്ദേഹവും മനസ്സിലാക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രയാസങ്ങളെയും അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് ഈ പരിപാടി ഏറ്റെടുക്കുകയും കൃത്യസമയത്ത് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിലെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.